ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കപ്പ് ബിരിയാണിയാണ്. അത് ലൈവായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവാള, ആവശ്യമുള്ള ഉപ്പിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഒരു 2 വേപ്പില, ഇതിലേക്ക് മല്ലിപ്പൊടി 1, 2, 3, 4 ടീസ്പൂൺ. ബീഫിന് 1, 2, 3, 4, 5, 6 ടീസ്പൂൺ കപ്പയ്ക്ക്. രണ്ട് സ്പൂൺ ബീഫിന് 1, 2, 3 സ്പൂൺ കപ്പയ്ക്ക്. മുളക് പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചേർത്ത് ഒന്ന് വഴറ്റുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ മസാലക്കൂട്ട് മൂത്ത് കഴിഞ്ഞ് അപ്പോൾ അതിലേക്ക് 1 കിലോ ബീഫ്, എല്ലുള്ള ബീഫാണ് അതിന് വേണ്ടത്. പ്രത്യേകം അറിയില്ല. കുക്കറിലൊക്കെ അല്ലാത്ത കാരണം കുറേ ടൈം എടുക്കും വേവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി മൂടി വെച്ച് കഴിക്കാം. ബീഫ് വെന്തോ എന്ന് നമുക്ക് നോക്കാം. കുറച്ചുകൂടി ആവാനുണ്ട്. ഒന്നുകൂടി മൂടി വെച്ച് കഴിക്കാം. നമ്മുടെ ബീഫ് ഒരു 1/2 മണിക്കൂർ കൂടുതലായി വെന്തൊരു 3/4 ഭാഗം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഒരു 1.5 കിലോ. ഇത് വെന്ത് പാകമാകുമ്പോൾ അല്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ ഇടുന്നില്ല. മല്ലിയില ഇട്ട് കൊടുത്ത് കഴിക്കുന്നത് ഒരു പ്രത്യേക രുചിയുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് കഴിക്കാം. നമ്മുടെ കപ്പയും ബീഫും വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് പോരായ്മയുണ്ട്. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്നുകൂടി നോക്കാം. എന്തോരായിരുന്നു. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം നേരം വേണ്ടി വരില്ല. കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയായി. ഒരല്പം കൂടി ആവാണ്ട്. അപ്പോൾ നമുക്ക്
കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബീഫ് വെന്ത് കഴിഞ്ഞ് മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞ് കപ്പ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം കപ്പ മൂടാവുന്ന ഭാഗത്തിൽ വെള്ളം ഒഴിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു, അതുകൊണ്ട് തന്നെ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഇത് ബീഫും കപ്പയും ഒന്നും കുക്കറിൽ അടിച്ച് വേവിച്ചതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു കപ്പ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കാൻ നേരം അല്പം സവാള കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒപ്പം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും.